മലയാള സിനിമയിൽ പ്രതിഭ കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഏറെ ആരാധകരെ സൃഷ്ടിച്ച നടന്മാരിൽ ഒരാളാണ് മുരളി. ഒരുപക്ഷെ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ചേർത്ത് വായിച്ച ചുരുക്കം പേരുകളിൽ ഒന്നുകൂടിയായിരുന്നു മുരളിയുടേത്. 2 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന തന്റെ അഭിനയ ജീവിതത്തിൽ ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും താരത്തെ തേടിയെത്തിയിരുന്നു. ഇതിൽ ദേശീയ അവാർഡ് ഉള്ളവയും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഭയുടെ ധാരാളിത്തമുണ്ടെങ്കിലും ഒട്ടേറെ വിവാദങ്ങളിലും ചെന്ന് പെട്ടിട്ടുണ്ട്. ഷൂട്ടിംഗ് സെറ്റുകളിൽ മോശം പെരുമാറ്റവും മറ്റും ഇതിന്റെ കാരണമായിരുന്നു. മദ്യപാനശീലവും മുരളിയെക്കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോഴിതാ മുരളിയിൽ നിന്ന് നേരിടേണ്ടി വന്ന മോശം കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രമുഖ പ്രൊഡക്ഷൻ മാനേജറായ മണക്കാട് രമേശ്. ബാലനായകനായി അഭിനയിച്ച 10-ാം അധ്യായം എന്ന ചിത്രത്തിൽ മുരളിയിൽ നിന്ന് നേരിടേണ്ടി വന്ന മോശം അനുഭവമാണ് മണക്കാട് രമേശ് പങ്കുവെച്ചത്. ലക്ഷങ്ങൾ പ്രതിഫലം നൽകിയിട്ടും താരം വരാൻ കൂട്ടാക്കിയില്ലെന്നും ഒടുവിൽ തനിക്ക് മുരളിയുടെ സീനുകൾ വെട്ടിമാറ്റേണ്ടി വന്നുവെന്നും മധു അടക്കമുള്ള താരങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെന്നും രമേശ് പറയുന്നു. മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. മലയാള സിനിമയിൽ എന്നെ ദ്രോഹിച്ച നടൻ മുരളിയാണ്. 10-ാം അധ്യായം എന്ന സിനിമയിൽ അറിയാതെ നടനെ വെച്ചുപോയി. 2.25 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ 2 ലക്ഷം കൊടുത്തു. എന്നിട്ട് മുഴുവൻ വേണമെന്ന് പറഞ്ഞു. അന്ന് ആ സമയത്ത് സാംസ്കാരിക വകുപ്പിലെ ചെയർമാനോ മറ്റോ ആയിരുന്നു മുരളി. ഇതാ ഇപ്പോൾ വരും എന്നൊക്കെ പറയും, പക്ഷേ വരില്ല. മധുസാറും ഞാനുമൊക്കെ എത്രയോ കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും സഹസംവിധായകനും ചേർന്ന് സീനുകളെല്ലാം വെട്ടിമാറ്റി. മുരളി എവിടേക്കെങ്കിലും വെള്ളമടിക്കാൻ പോവുകയായിരുന്നു പതിവ്. അരുവിക്കരയിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ പോയിരിക്കും. മുരളി ഷൂട്ടിന് വന്നാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. രാവിലെ 9 മണിക്ക് സെറ്റിൽ വരും. 12 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് 3 മണിവരെ ഉറങ്ങും. 5 മണിവരെ വർക്ക് ചെയ്യുകയുള്ളൂ. എനിക്ക് അയാളെ പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ മുരളി കാരണം ഞാനും പ്രൊഡ്യൂസറും പിടിയും വലിയുമായി. ദശരഥത്തിലും മുരളി ഉണ്ടായിരുന്നു. സിനിമാ രംഗത്ത് തന്നെ വിഷമിപ്പിച്ചത് മുരളി മാത്രമാണ്. ദുശീലമുണ്ടായിരുന്നെങ്കിലും മുരളി നന്നായി സമ്പാദിച്ചിരുന്നു. നടന്റെ ഈ പെരുമാറ്റത്തിന് ശേഷം പിന്നീട് പ്രൊജക്ടുകളിൽ വിളിക്കാതെയായി. അതേസമയം മലയാള സിനിമയിൽ സ്ത്രീകളാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് രമേശ് ആരോപിച്ചു. അവർ സമയത്തിന് ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തില്ലെന്നും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും മണക്കാട് രമേശ് ആരോപിച്ചു. ഒരിക്കൽ കലാരഞ്ജനി ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടും ട്രെയിനിൽ വന്നെന്നും കാർ ഓടിച്ചു വന്ന് നിർമ്മാതാവിനോട് പൈസ ചോദിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.